നമസ്കാരം പ്രിയപ്പെട്ടവരെ, വി പ്ലസ് എഡ്യൂക്കേഷൻ ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പറഞ്ഞുകൊടുക്കുന്നു. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് SSLC വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആവശ്യകതയുള്ള ഒരു കാര്യത്തെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഫിസിക്സിലെ അഥവാ ഭൗതിക ശാസ്ത്രത്തിലെ ജൂൾസ് നിയമവുമായി ബന്ധപ്പെട്ട ചില സമവാക്യങ്ങളും അതിന്റെ ചില ബന്ധങ്ങളെയും പരിചയപ്പെടുത്തുക എന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ജൂൾസ് നിയമം എന്ന് പറയുന്നത്. അതായത് H=I²RT. അതുമായി ബന്ധപ്പെട്ടതും പവറുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ചില ഫോർമുലകളെ എങ്ങനെയാണ് കാണുക എന്നാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. H=I²RT ഒരു ചാലകത്തിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ എത്രത്തോളം താപം ഉണ്ടാവുന്നു എന്നതിന്റെ അളവിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജൂൾ നിയമം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് I²RT. I എന്ന് പറയുന്നത് കറണ്ടിന്റെ തീവ്രത, അതിന്റെ വർഗം R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം, T എന്ന് പറയുന്നത് എത്ര സമയം കൊണ്ടാണ് അതിൽ ഒഴുകുന്നു എന്നുള്ളതാണ്. ഇതിനെ ഒരു ട്രയാങ്കിൾ രൂപേണ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. H കണ്ടെത്തണമെങ്കിൽ നമ്മൾ H പൊത്തിപ്പിടിക്കുക. അപ്പോൾ നമുക്ക് അതിന്റെ സമവാക്യം വരുന്നു I²R×T എന്നതാണ് സമവാക്യം. ഇനി I² നമുക്ക് കാണണമെങ്കിൽ I² പൊത്തിപ്പിടിക്കുക, H/R×T എന്നാണ് വരിക. R ആണ് നമുക്ക് കാണേണ്ടത് എങ്കിൽ റെസിസ്റ്റൻസ് ആണ് കാണേണ്ടതെങ്കിൽ റെസിസ്റ്റൻസ് പൊത്തിപ്പിടിക്കുക. ഫോർമുല ബിക്കംസ് H/I²T എന്നായി മാറുന്നു. T ആണ് സമയമാണ് കാണേണ്ടത് എങ്കിൽ സമയം പൊത്തിപ്പിടിക്കുക. അപ്പോൾ H/I²R എന്ന് ഈ ട്രയാങ്കിളിൽ നിന്ന് നമുക്കെല്ലാം കിട്ടുന്ന ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു സമവാക്യമാണ് H=VIT. വിറ്റ് എന്ന് പഠിച്ചാൽ മതി. വിറ്റ് നമ്മൾ സാധാരണ മലയാളത്തിലും അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു കൊളോക്കിലി പറയുന്ന ഒരു കാര്യമാണ് വിറ്റടിക്കുക. അങ്ങനെ ആലോചിച്ചാൽ മതി. വിറ്റ് VIT, V വോൾട്ടേജ്, I കറന്റ്, T ടൈം. ഇതിലും നമുക്ക് അതേപോലെ സമവാക്യത്തിൽ ഉപയോഗിക്കാം. H കാണണമെങ്കിൽ V×I×T, V കാണണമെങ്കിൽ H/I×T, I കാണണമെങ്കിൽ H/V×T, T കാണണമെങ്കിൽ T ഇൻ സെക്കൻഡ് കാണണമെങ്കിൽ H/V×I. ഈ ട്രയാങ്കിൾ രൂപേണ അല്ലാതെ മറ്റൊരു സമവാക്യം കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അതാണ് H=V²T/R. ഇങ്ങനെ മൂന്ന് സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജൂൾ നിയമം. ഇതിന്റെ ഒരു കണക്ക് SSLC പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ഉറപ്പായിട്ടുണ്ടാവും. 2 മാർക്കോ 3 മാർക്കോ ഉണ്ടാവും. അതിലെ മറ്റൊരു ഭാഗമാണ് പവർ. പവർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ സെക്കൻഡ്, അല്ലെങ്കിൽ എത്രത്തോളം താപം ഉണ്ടാവും, എത്ര സെക്കൻഡിൽ ഉണ്ടാവും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ത്രികോണം കൂടി, ഒരു ട്രയാങ്കിളും കൂടി ഞാൻ വരച്ചിരിക്കുന്നു. P=H/T. അപ്പോ H=P×T, T=H/P എന്ന ഒരു സമവാക്യം കൂടിയും ട്രയാങ്കിളിന്റെ രൂപത്തിൽ പഠിക്കും. ഇനി ഇതും തമ്മിലൊരു ബന്ധമുണ്ട്. എല്ലാ ഹീറ്റിന്റെ സമവാക്യത്തിൽ നിന്നും താപത്തിന്റെ സമവാക്യത്തിൽ നിന്നും T കളഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അത് പവറിന്റെ സമവാക്യമായി മാറും. നോക്കൂ, H=I²RT എന്നാണെങ്കിൽ ഇവിടെ പവർ ഈ T പൊത്തി കളഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, P=I²R. അതേപോലെ H=VIT എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? T മാറ്റി കളഞ്ഞാൽ അതെന്തായി മാറി? എന്തിന്റെ സമവാക്യമായി മാറി? പവറിന്റെ സമവാക്യമായി മാറി. ഇപ്പൊ പവറും വെച്ചിട്ടും ഒരു കണക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഉറപ്പായിട്ടും ഇതിന്റെ യൂണിറ്റും ഇതെല്ലാം പരിചയപ്പെടേണ്ടതാണ്. മൂന്നാമത്തെ സമവാക്യത്തിലും T കളഞ്ഞ് എഴുതി കഴിഞ്ഞാൽ P=V²/R. ഇത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. ഇതിലെ യൂണിറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഹീറ്റിന്റെ യൂണിറ്റ്, താപത്തിന്റെ യൂണിറ്റ് ജൂളാണ്. I അഥവാ കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. സമയത്തിന്റെ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. ഇത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ഇത് പഠിച്ച് ഒരു പേജിൽ എഴുതി വെച്ചാൽ അത് ബന്ധങ്ങളുള്ളതായതുകൊണ്ട് അത് നിങ്ങൾക്ക് ഗുണമാവട്ടെ. ഏവർക്കും നല്ല ഒരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.